പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും മറക്കരുത്. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തേക്കാം, പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയും. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 2023 34,000 പേർക്ക് നിയമന ശുപാർശ. ഇത് നമ്മുടെ കേരള PSCയുടെ കാര്യമാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും 2023 34,000 പേർക്ക് കേരളത്തിലെ നിയമന ശുപാർശ പോയിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ താഴെയുള്ള വാർത്ത നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കാണുക. കൂടുതൽ PSC നിയമനം കേരളത്തിൽ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഇത് നമ്മുടെ മനോരമ പത്രത്തിലും വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയാണ് ഇതിനകത്ത് ഈ കാണുന്നത്. എന്നുവെച്ചാൽ കൂടുതൽ PSC നിയമനം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമ പത്രത്തിനകത്തും ഈ ഒരു വാർത്ത കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞത് കേരള ഗവൺമെന്റ് അല്ല പറഞ്ഞത്, UPSC ആണ് പറഞ്ഞത്. കാര്യം 2022 ജൂലൈ മുതൽ 2023 ജൂൺ വരെ രാജ്യത്ത് ഏറ്റവും അധികം നിയമനം നടത്തിയ PSCകളിൽ കേരളത്തിലേതാണ് ഒന്നാമത്തെ, അല്ലെങ്കിൽ കേരളത്തിലേത് ഉണ്ട് എന്നാണ് പറയുന്നത്. UPSCയുടെ കണക്കിന്റെ കാലയളവിൽ 27 സംസ്ഥാനങ്ങളുടെ കേസാണ് നമ്മുടെ UPSC എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൽ 68,888 നിയമനങ്ങളിൽ 28,730 എണ്ണവും കേരളത്തിലേതാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഏകദേശം 42.95% നിയമനങ്ങളും ഇന്ത്യയുടെ മൊത്തത്തിലെ നിയമനങ്ങളും കേരളത്തിലാണ് നടത്തിയെന്നാണ് പറയുന്നത്. ബംഗാളില് 8,000, അതുപോലെ തന്നെ ഉത്തർപ്രദേശില് 7,000 വീതം നിയമനങ്ങളാണ് ഈ കാലയളവിൽ നടന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലേതാണ് കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ 28,000 നിയമനങ്ങൾ വെച്ചുകൊണ്ട് 2023 കേസാണ് പറയുന്നത്. എന്നാൽ 22-23 കേസാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ 23 കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ 24 വരെയുള്ള 2023-24 വരെയുള്ള പീരീഡിനകത്ത് കേരളത്തിനകത്ത് നടത്തിയിട്ടുണ്ടായിരുന്ന 34,110 പേർക്ക് നിയമനങ്ങളാണ് പോയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയുക കേട്ടോ. അപ്പൊ ഈ കണക്കനുസരിച്ചിട്ട് നമ്മുടെ പോലീസിൽ എത്ര നിയമനമാണ് പോയിട്ടുള്ളതെന്ന് അറിയാമോ? നമ്മുടെ കേരള പോലീസിൽ ഉണ്ടായിരുന്ന നിയമനങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. കേരള പോലീസിൽ വന്നിട്ടുണ്ടായിരുന്നത് 5,852 നിയമനമാണ്. അപ്പൊ കേരള പോലീസിൽ നമ്മുടെ ഈ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നത് 5,852 നിയമനമാണ്. പൊതുവിദ്യാഭ്യാസത്തിലേക്ക് 5,700, ആരോഗ്യത്തിലേക്ക് 2,500, തദ്ദേശ സ്വയംഭരണത്തിലേക്ക് 1,400, റവന്യൂ വകുപ്പിലേക്ക് 978, ജുഡീഷ്യറിയിലേക്ക് 900, അതുപോലെ തന്നെ ജലസേചനത്തിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് 894, ജലസേചനം 800, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ 800, പൊതുമരാമത്താണെങ്കിൽ 793, വനം വന്യജീവി വകുപ്പിലേക്ക് 750, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് 560, എക്സൈസിലേക്ക് 560, ഗ്രാമവികസനത്തിലേക്ക് 379. അങ്ങനെ ആകെ മൊത്തത്തിൽ നമ്മുടെ നിയമന ശുപാർശ 2023 34,110 ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ താഴ്ത്തി പറയാൻ ശ്രമിച്ചാലും ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് നല്ല മാർക്ക് ഉള്ളവർക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന കണക്കിന് നമ്മൾ ആ നല്ല മാർക്ക് എന്ന് പറയുന്ന ആ ഒരു കടമ്പയിലേക്ക് എത്തണം എന്നുള്ളതാണ് ഒരു വലിയൊരു ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നല്ലപോലെ പഠിക്കുക. നമ്മൾ എന്തായാലും ഒരു റേഞ്ച് വരെ എത്തിയിട്ടുണ്ട്. നമുക്കിനി 1-2 പടി കൂടി മുന്നോട്ട് വെച്ചാൽ നമുക്ക് നല്ല വിജയത്തിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയും. അപ്പൊ എന്തായാലും ആ പറഞ്ഞ ആ ഒരു പടികൾ നിങ്ങൾ ചവിട്ടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകൾ പൂർത്തിയായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വനിതാ സിവിൽ എക്സൈസിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കായിക ക്ഷമതാ പരീക്ഷ 24-നും 23-നും 24-നും നടക്കുന്നുണ്ട്. കേരള സെറാമിക് ജൂനിയർ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ 273 പേരുണ്ട്. അമ്യൂണിറ്റീസ് അസിസ്റ്റന്റിലെ റാങ്ക് ലിസ്റ്റിൽ 92 പേരാണ്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSന്റെ ഒഴിവിന്റെ കാര്യം പറയുന്നുണ്ട്. കമ്പനി ബോർഡ് LGSലേക്ക് 981 ഒഴിവുകൾ നടക്കുന്നുണ്ട്. നിയമനം 1 മാസത്തിനകത്ത് തന്നെ നടക്കുമെന്ന് പറയുന്നു. നല്ല കാര്യം. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റില് 505 പേര് കൂടിയിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റില് 2,719 പേര് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ KSEB അസിസ്റ്റന്റിന്റെ 4 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ 2 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ 10 ജില്ലകളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ്, സപ്ലിമെന്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാനായിട്ട് കഴിയും. ഏറ്റവും കൂടുതൽ നിയമനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് മെയിൻ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ്, 190 പേരാണ്. ഏറ്റവും കുറവ് നിലവിൽ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് കാസർഗോഡ് 26 ആണ്. അതുപോലെ തന്നെ ITIക്കാരുടെ അവസരം നടപ്പിലാക്കണം, അല്ലെങ്കിൽ അവസരം കോടതി വിധി നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ITIയുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ഇഷ്യൂസ് നിങ്ങൾ അറിഞ്ഞു കാണും.
അതുപോലെ തന്നെ LGSന്റെ കാര്യം കുറച്ച് കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മുടെ LGSന് LDCയുടെ പോലെ തന്നെ 4,76,000 അല്ലെങ്കിൽ 4,76,000 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും ഏകദേശം 2,20,000 പേരുടെ കുറവ് നമുക്കിവിടെ LGSലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ LGSലെ ഓരോ ജില്ലകളുടെയും അപേക്ഷകൾ ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത് 72,000 ഒഴിവുകൾ, അല്ലെങ്കിൽ 72,000 പേരാണ് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 91 ആയിരുന്നു. കൊല്ലത്താണെങ്കിൽ 45,000 അപേക്ഷകൾ ഇപ്പോൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 68,000 ആയിരുന്നു. 17,000 നമ്മുടെ പത്തനംതിട്ടയിൽ 17,000, കഴിഞ്ഞ പ്രാവശ്യം 31,000 ആയിരുന്നു. ആലപ്പുഴയിൽ ഇപ്രാവശ്യം 35,135, കഴിഞ്ഞ പ്രാവശ്യം 48,000 ആയിരുന്നു. കോട്ടയത്താണെങ്കിൽ 18,000, കഴിഞ്ഞ പ്രാവശ്യം 36,000. ഇടുക്കിയിലാണെങ്കിൽ ഇപ്രാവശ്യം 15,000, കഴിഞ്ഞ പ്രാവശ്യം 26,000 ആയിരുന്നു. എറണാകുളത്താണെങ്കിൽ 36,000, കഴിഞ്ഞ പ്രാവശ്യം 55,000. തൃശ്ശൂർ 29,000, കഴിഞ്ഞ പ്രാവശ്യം 59,000. പാലക്കാടാണെങ്കിൽ 41,000, മലപ്പുറത്ത് 52,000, കോഴിക്കോടാണെങ്കിൽ 47,000, വയനാട് 16,000, കണ്ണൂരാണെങ്കിൽ 30,000, കാസർഗോഡ് 18,000. ആകെ മൊത്തത്തിൽ ഇത്തവണ പോയിട്ടുള്ളത് 4,76,953 അപേക്ഷകളാണ്. അപ്പോൾ ഇത് ഇനി കൺഫർമേഷൻ കൊടുക്കുമ്പോഴും വീണ്ടും ഒരു 1,00,000 അല്ലെങ്കിൽ 1,50,000 ആൾക്കാർ വീണ്ടും കുറയും. അതുപോലെ തന്നെ നമ്മുടെ 19 കേസ് നോക്കുകയാണെങ്കിൽ 19 നടത്തിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ 19 പോയിട്ടുണ്ടായിരുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 6,98,000 എന്ന് പറയുമ്പോൾ ഏകദേശം 7,00,000 പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2019 അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ LGSന്റെ ഈ അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആണ്. കാര്യം ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ അവിടെ കുറയുന്നു എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ എന്തായാലും ഈ പറയുന്ന LGSനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നിലവിൽ ഈ പറയുന്ന LGSന്റെ കോഴ്സും അതുപോലെ തന്നെ LDCയുടെ കോഴ്സും എടുത്തു വരുന്നുണ്ട്. അപ്പോൾ LDCയുടെയും LGSന്റെയും കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 200 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. ഈ 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലേക്ക് 9961116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചാൽ ഇതേ ദിവസം തന്നെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് പരീക്ഷ എഴുതുന്ന എല്ലാവരും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിനെല്ലാം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു റിവിഷൻ കോഴ്സ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ LDC കൊല്ലത്തിലേക്ക് 19 പേർ കൂടി നിയമനം പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിലെ 19 തസ്തികകൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ച പരിമിതർക്കുള്ള പരീക്ഷ ഇപ്പോൾ അപേക്ഷിക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്നത് PSC ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂസ്, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ICDS സൂപ്പർവൈസർ, സ്റ്റാഫ് നേഴ്സ് കണ്ണൂർ, LGS തിരുവനന്തപുരം, അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോഴിക്കോട്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സർജന്റെ ഒക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ചത്തെ ഈ ഒരു PSC അപ്ഡേറ്റ്സിനകത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ അല്ല, നമ്മുടെ CPOയുടെയും WPOയുടെയും അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ പോലീസ് ഓഫീസറിന്റെയും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാനായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. CPOയുടെയും WCPOയുടെയും കോഴ്സ് പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന 500 രൂപ താഴെ കാണുന്ന നമ്പറിലേക്ക് 9961116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പിൽ ആ ഒരു സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ ഈ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ചാനലിൽ എടുക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ എല്ലാ PDF മെറ്റീരിയൽസും, മോക്ക് ടെസ്റ്റുകളും, മോഡൽ എക്സാംസും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രൂപ്പിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഇന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.